ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിനനുസരിച്ച് 2-3 പച്ചമുളക് ചതച്ച് ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ ഒന്ന് മൂത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് പാടി വരണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തന്നെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വാടി കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ചിക്കനാണ് വേണ്ടത്. ഉപ്പും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കനാണ്. അത് ഇതേപോലെ ഷ്രെഡ് ചെയ്തതാണ്. നമുക്ക് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര മസാലയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവിലാണ് ചിക്കനൊക്കെ എടുക്കേണ്ടത്. ഇതിന് പകരം മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഉപ്പ് ചേർത്തതാണ്, എങ്കിലും മസാലയ്ക്ക് ആവശ്യത്തിന് ടേസ്റ്റിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടി ചേർത്തതാണ്. നല്ല മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തത്. പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ്. അതൊരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഈ മസാലയിൽ ഇതൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചപ്പാത്തിയാണ് വേണ്ടത്. ഞാനിപ്പം ബാക്കി വന്ന ഒരു 4-5 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ഗോതമ്പ് മാവ് കുഴച്ച് ചപ്പാത്തി ചുട്ടെടുത്താലും മതിയാവും. അതിനുശേഷം ഇതേപോലെ ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ഏത് സോസ് അല്ലെങ്കിൽ മയോണൈസ് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 3 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചപ്പാത്തി നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് മടക്കി എടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ആദ്യം താഴെ നിന്ന് മടക്കിയതിന് ശേഷം 2 സൈഡ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അകത്തേക്ക് വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത് വിട്ട് വരാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചപ്പാത്തി മുഴുവനും ഒന്ന് ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടയും കൂടെ ചേർത്താണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, അതേപോലെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് അടിച്ച് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് ഈ ഓരോ പീസസ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ മടക്ക് അടിയിൽ വരുന്ന രീതിയിൽ നമുക്കിത് പാനിലേക്ക് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലിപ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്താണ്. അതിലേക്ക് നമുക്ക് ഈ പീസസ് എല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സിൽ മുക്കാതെ വേണമെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയിൽ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഫില്ലിംഗ് ഒന്നും വെളിയിൽ വരികയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.